ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇക്കാലത്ത് ഉണ്ടാകുന്ന അകാല നര കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന നര മറയ്ക്കാൻ വേണ്ടി നമ്മൾ കെമിക്കലൊക്കെ മേടി തലയിൽ ഉപയോഗിക്കാറാണ് പതിവ്. ഇനി അങ്ങനെ ഒന്ന് ചെയ്യേണ്ട ഈ സൂത്രം മാത്രം ചെയ്തു നോക്കൂ. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, ഇപ്പൊ നല്ല വേനൽക്കാലല്ലേ, നല്ല ചൂടാണല്ലേ. അപ്പൊ രാത്രിയിലാണെങ്കിലും രാവിലെയാണ് ഉച്ചയ്ക്കൊക്കെയാണ് ഭയങ്കര ചൂടായിരിക്കും നമുക്ക്. അപ്പൊ ആ ചൂടൊന്ന് കുറയ്ക്കാം, പെട്ടെന്ന് തന്നെ നമ്മുടെ വീടിനുള്ളിലെ ചൂടിനെ പുറന്തള്ളപ്പെടാൻ അടിപൊളിയായിട്ടൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് നാരങ്ങയുടെ തൊണ്ടി ഇട്ട് കൊടുക്കുക. അപ്പൊ നാരങ്ങ തൊണ്ടിലെ നാരങ്ങയുടെ ജ്യൂസ് ആണെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ തൊണ്ടിടുവാണെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തൊണ്ട് കൂടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു പിടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ ചൂടിനെ പുറത്തോട്ട് തള്ളാൻ സഹായിക്കുന്നതാണ്. ജനൽ സൈഡുകളിലെല്ലാം ഒരു ബൗളിലേക്ക് ഉപ്പ് എടുത്തിട്ട് ഒന്ന് വെച്ച് നോക്കിക്ക്, നല്ലപോലെ ചൂട് കുറയുന്ന കാണാൻ പറ്റും. അത് മാത്രമല്ല, അത് ചൂടിന് അബ്സോർവ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് നമ്മുടെ നാരങ്ങാത്തോണ്ടും കൂടെ ഇട്ടതിന് ശേഷം നേരെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോൾ നമ്മുടെ ബെഡ്റൂമിലേക്ക് ഇത് കൊണ്ടുവന്ന് വെക്കുക. ഒരു കസേരയുടെ മുകളിൽ വെക്കുക. അതിനുശേഷം ഫാൻ ഇട്ടത് കിടന്നു നോക്കിയാൽ നല്ല AC പോലും ഇല്ല, നല്ല തണുത്ത് വിറച്ച് കിടന്നുറങ്ങാം. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാനിന്ന് കുറച്ച് നമ്മുടെ കുളിക്കുന്ന സോപ്പില്ലേ, നല്ല മണ സോപ്പാണ് എടുത്തിരിക്കുന്നത്. ബാർ സോപ്പ് ഒന്നും വേണ്ട, നല്ല മണ സോപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സോപ്പ് കൊണ്ട് ഒരുപാട് നല്ല ടിപ്പുകളുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് സാധനം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ എത്ര അഴുക്ക് പിടിച്ച് കിടക്കുന്ന ബാത്റൂം ആണെങ്കിൽ ടൈലാണെങ്കിൽ നമുക്ക് വെളുപ്പിക്കാൻ നമുക്ക് ഈ ഒരു സോപ്പ് മാത്രം മതി കേട്ടോ. അപ്പൊ ഈ സോപ്പ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് 1-2 ടീസ്പൂൺ ഒഴിച്ചോളൂ കേട്ടോ. അപ്പൊ ഇത് ഇച്ചിരി കൂടുതൽ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നലിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ബാത്റൂമിന്റെ ക്ലോസറ്റ് ഒക്കെ നമ്മൾ കുട്ടികളാണെങ്കിലും എല്ലാവരും ആണെങ്കിലും എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ ക്ലോസറ്റും ബാത്റൂമും ഒക്കെ. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ വെളിയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് ഹാർപ്പിക്ക് പോലെയുള്ള എല്ലാം മേടിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ ഈ കുളിക്കുന്ന ഈ സോപ്പ് ഉണ്ടല്ലോ, മണസോപ്പിന് നല്ലൊരു എഫക്റ്റാണ്. നല്ലപോലെ ചെളി പോവുകയും കറ പോവുകയും ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് നമ്മൾ വെള്ള ഷർട്ടൊക്കെ അലക്കുവാണെങ്കിൽ ഒരുപാട് ചെളിയൊക്കെ പോകുന്നതാണ് കേട്ടോ. ഒരുപാട് മങ്ങിയ മുണ്ടൊക്കെ നല്ല വെട്ടി തിളങ്ങാൻ സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ പാത്രങ്ങൾ കഴുകാനാണെങ്കിൽ ഈ ഒരു മണസോപ്പ് എടുത്തൊന്ന് കഴിയുന്ന വയ്ക്കുക, പാത്രമൊക്കെ തിളങ്ങി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിന്ന് ജസ്റ്റ് ആ ക്ലോസറ്റിൽ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് തൂത്തിങ്ങി ചുമ്മാ കൊടുക്കുന്നേ ഉള്ളൂ. അതിനുശേഷം വെള്ളം ഒഴിച്ച് കഴുകി കാണിക്കാം. നല്ല അടിപൊളിയായിട്ട് ഇവിടെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എത്ര കറ പിടിച്ച ക്ലോസറ്റ് ആണെങ്കിലും ടൈൽസ് ആണെങ്കിലും ബാത്റൂം ഫുള്ള് നമുക്ക് കഴുകാൻ പറ്റും. നമ്മുടെ വീടിനകത്തൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ടൈല് കണ്ടില്ല, ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇതൊന്ന് അടിച്ചിട്ട് ഞാൻ തേച്ചെടുത്തിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകിയിടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയും കഴിയും. നല്ലൊരു സ്മെല്ലുമായിരിക്കും, സുഗന്ധമായിരിക്കും നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ കണ്ടില്ല, ബാത്റൂമും ടൈലും എല്ലാം അടിപൊളിയായിട്ട് ക്ലീനായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പിലേക്ക് ടിപ്പല്ല, ഇതൊരു നല്ലൊരു റെസിപ്പിയാണ്. ഇപ്പം നോയമ്പൊക്കെ അല്ലേ, അപ്പോൾ ഇറച്ചിയൊക്കെ കൂട്ടി മടുത്തവരൊക്കെ മുട്ടക്കറിയൊക്കെ എന്നും ഒരേ രീതിയിലൊക്കെ കഴിച്ചവരൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കും. ഇതേ രീതിയിലൊന്ന് മുട്ടക്കറി വെച്ച് നോക്കും. ഇത് രീതിയിൽ വെക്കുന്നവരായിരിക്കും പലരും. അപ്പോൾ അങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഏറ്റവും നല്ലത് കറി വെക്കാൻ. അതിലേക്ക് 2 കറുവാപ്പട്ട, 1 ഗ്രാമ്പു, അതുപോലെ തന്നെ 1 ഏലക്ക ഇതിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് 2 സവോളയാണ് ഇതിന് ആവശ്യം. 2 മുഴുത്ത 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. ആ സവോള 2 ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാമേ. ചുക്കുണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പം നമുക്ക് അതിലേക്ക് ആ സവോളയും കൂടെ ഒന്ന് ഇട്ട് ഒന്ന് വഴറ്റി നല്ലപോലെ വഴറ്റി. ഒരുപാട് ബ്രൗണിഷ് കളറിലേക്ക് ആക്കി എടുക്കണ്ട, നമുക്ക് ഒന്ന് വരന്ന് വന്നാൽ മതി. നമ്മുടെ സവാള ഒരുപാട് വഴന്ന് കഴിയുമ്പോൾ സവോളയ്ക്ക് ഒരു മധുരം വരും. അതിലും നല്ലത് ഇതേ രീതിയിൽ സവോള ഒരുപാട് വേകാത്ത രീതിയിലാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്.
അപ്പോൾ സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം ഞാൻ മസാലയ്ക്ക് മുമ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം കൂടെ മാറ്റിയെടുക്കുന്ന രീതിയിൽ വേണം ഒന്ന് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തുവാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം നമ്മുടെ കറിക്ക് ഉണ്ടാകത്തില്ല. ഇനിയിപ്പോൾ ഇതേ രീതിയിലാണ് ഇവിടെ ഞാൻ സവാള ഒന്ന് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ മസാല ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി, ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി പൗഡർ ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ആദ്യം എടുക്കുന്നത്. ഇപ്പോൾ അതിലേക്ക് ആദ്യമേ ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു ടീസ്പൂൺ അടുത്ത് മുളക് പൊടി എടുത്തിരിക്കുന്നത്. നല്ല എരിവാണ്. അതിൻ്റെ കൂടെ ഞാനിതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയുടെ ഇതിൻ്റെ കൂടെ ചേർന്ന് തന്നെ നമ്മുടെ മസാലയുടെ ആ ഒരു പച്ചമണം കൂടെ മാറ്റി നമുക്ക് എടുക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഗരം മസാലയും മസാലക്കൂട്ടിൻ്റെ പൊടിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ തേങ്ങാപ്പാൽ അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാനിവിടെ ചെറിയ ചൂടുവെള്ളം ഒരു കാസ് കൂടി ഒഴിച്ചു കൊടുക്കും, ശകലം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ പൊടി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വെളുത്തുള്ളി വീട്ടിൽ പൊടിച്ച് വെക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മുടെ കറികൾക്കെല്ലാം കേട്ടോ. അപ്പോൾ ഞാനത് 1/2 ടീസ്പൂണോടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക. എല്ലാവർക്കും അറിയാമെങ്കിൽ തട്ടിപ്പൊത്തി അധികം തിളപ്പിക്കാതെ ഫ്ലെയിം അങ്ങ് കുറച്ചിട്ട് കരിഞ്ഞു പോകരുത്. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം ഒന്ന് ഇതെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ട് ഒന്ന് വരഞ്ഞതിന് ശേഷം മുട്ടയിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് അങ്ങനെ ഫ്ലെയിം കുറച്ചിട്ട് വെക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മുട്ടക്കറി, അധികം ചാറൊന്നും ഇല്ലാതെ അതിൻ്റെ കുറുകിയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പത്തിന്, ചോറിന്, അതുപോലെ പൊറോട്ട ഇതിനെല്ലാം നമുക്ക് കഴിക്കാവുന്ന അടിപൊളി ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആ മുട്ട ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് വരഞ്ഞതിന് ശേഷം മുട്ട ഇതിലേക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഒരുപാട് ചാറൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് പറ്റുന്ന അടിപൊളി കറിയാണ്. ചിലർക്ക് ഇങ്ങനെ തൊട്ട് കൂട്ടാൻ, അപ്പത്തിൻ്റെ കൂടെ തൊട്ട് കൂട്ടാനായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന അടിപൊളി ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇതേ രീതിയിൽ ആ എണ്ണയിലാണ് കിടന്ന് തിളച്ച് വരേണ്ടത് കേട്ടോ. ഫ്ലെയിം കുറച്ചിടുമ്പോൾ നല്ലപോലെ അത് എണ്ണയും അതുപോലെ മസാല എല്ലാം നമ്മുടെ മുട്ടയിൽ ഇങ്ങനെ പിടിച്ച് വരും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതിടുന്ന് നമ്മുടെ ബൗളിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നോയമ്പിലൊക്കെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മല്ലിയില ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ടോളൂ, അല്ലെങ്കിൽ കറിവേപ്പിലയാണെങ്കിലും ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും. പിന്നെ ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, ഇപ്പോൾ ഉണ്ടാകുന്ന നര, ഈ അകാല നര കുറയ്ക്കാൻ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ മുടിയിൽ ചെയ്യാറുണ്ടല്ലേ. അപ്പം നാച്ചുറലായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി കൊഴിയുകയോ അതുപോലെ നര കൂടുകയോ ഒന്നും ചെയ്യത്തില്ല. മുടിയൊക്കെ ആർത്ത് കേൾക്കാനും സഹായിക്കുന്നതാണ്. അപ്പം ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം നാച്ചുറലായിട്ടുള്ളതാണ്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. കെമിക്കലൊന്നും വാരി തേച്ച് നമ്മുടെ നരച്ച മുടീനെ ഒന്നും മുടീനെ ആണെങ്കിലും അതുപോലെ തന്നെ നല്ല മുടിയൊക്കെ പോകാനും, ഒരു നരച്ച മുടി നരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ള് നരയ്ക്കാനും സാധ്യത കൂടുതലാണ് കെമിക്കൽ അടിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ മുടിക്ക് നല്ല നാച്ചുറലായിട്ടുള്ള ബ്ലാക്ക് കളർ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂൺ
നമ്മുടെ നെല്ലിക്കാപ്പൊടി അംല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ഏത് ഓയിലാണ് തലയിലേക്ക് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ്, നല്ല എണ്ണയുടെ പാക്കറ്റ് എണ്ണ എടുക്കരുത്, നല്ല എണ്ണ വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആവണക്കെണ്ണ കാസ്റ്റർ ഓയിൽ ഉണ്ടെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് എന്ത് വേണേൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കടുകെണ്ണ, ഇതിലേത് വേണേൽ നിങ്ങൾക്ക് എടുക്കാവുന്നുള്ളൂ കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇരുമ്പ് ചട്ടിയിലാകുമ്പോൾ, തുരുമ്പുള്ള ചട്ടിയിലാകുമ്പോൾ ഈ നമ്മുടെ ആ നെല്ലിക്കാപ്പൊടിയൊക്കെ നല്ലപോലെ കറക്കും കേട്ടോ. നല്ലപോലെ കറുത്തിട്ട് നമ്മുടെ മുടിയിൽ നെല്ലിക്കാപ്പൊടി നല്ലതാണ് മുടി കറക്കാൻ. ഇൻഡിഗോ പൗഡർ ഇല്ലാതെ നെല്ലിക്കാപ്പൊടിയും കൊണ്ട് നമുക്ക് നമ്മുടെ മുടിയെ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. ഞാൻ എൻ്റെ മുടിയിൽ തന്നെയാണ് അപ്ലൈ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 30 അല്ലെങ്കിൽ 40 മിനിറ്റ് വെച്ചിട്ട് ഒരു മീഡിയം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് നമ്മൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഇത് റെഗുലറായി ചെയ്താൽ ഹെയറിൻ്റെ ആ ഒരു നരച്ച ഷെയ്ഡ് ഉണ്ടല്ലോ അത് മാറി നാച്ചുറൽ ഡാർക്ക് ആകാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.